നമ്മുടെ കുഞ്ഞുങ്ങള് പലതരത്തിലുള്ള സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരുടെ മുടി കൊഴിയുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ പറയുന്ന പേര് ടീലോജൻ എഫ്ലൂവിയം എന്നാണ്. അപ്പോ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഹായ് ദേ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. കുട്ടികൾക്ക് ഇത്തരത്തില് ടീലോജൻ എഫ്ലൂവിയം, അതായത് സ്ട്രെസ് കാരണം മുടി കഴിയാനായിട്ട് പ്രധാനമായിട്ടും 2 സ്ട്രെസ് ആണ് പറയുന്നത്. അതിലൊന്നാമത്തേത് ഫിസിക്കൽ സ്ട്രെസ് ആണ്. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഫീവർ വരിക, അതും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇത്തരത്തില് നല്ല രീതിയിൽ മുടി കൊഴിയാറുണ്ട്. രണ്ടാമത്തേത് ഇമോഷണൽ സ്ട്രെസ് ആണ്. അതായത് കുട്ടികൾ എന്തെങ്കിലും സ്കൂൾ മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ വീട് മാറിയതിനു ശേഷം, അത് അല്ലെങ്കിൽ അവർക്ക് ഇടപഴകുന്ന അല്ലെങ്കിൽ അവര് നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് അവർ മാറ്റപ്പെടുന്ന ആ ഒരു സമയത്ത് ആ ഒരു സ്ട്രെസ് ഒക്കെ അവർക്ക് ഇത്തരത്തിൽ മുടി കൊഴിയാനായിട്ട് കാരണമായേക്കാം. ഈ ഒരു മുടി കൊഴിച്ചിൽ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ മുടി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, തിക്നെസ് നല്ലതായിട്ട് കുറഞ്ഞതുപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു ഭാഗത്തുനിന്ന് തന്നെ കംപ്ലീറ്റ് മുടി പോകണം, അവിടെ പാച്ച് രീതിയിൽ കാണാൻ പറ്റുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് മൊത്തത്തിൽ മുടി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇത് സാധാരണഗതിയിൽ കുറച്ച് ആഴ്ചകളോളം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്. പിന്നെ തന്നെത്താനെ അങ്ങ് ശരിയാവുകയും ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്തു വരാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഈ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ വളരെ വേഗം തന്നെ നമുക്ക് പുറത്തു കൊണ്ടുവരാനും ഈ ഒരു മുടി കൊഴിച്ചിൽ നമുക്ക് വളരെ വേഗം മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്.